ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ ശക്തയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. തുടക്കം മുതൽ തന്നെ ശ്രദ്ധ നേടാൻ താരത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ജാസ്മിന്റെ ഗെയിം രീതികൾക്കെതിരെ പുറത്ത് വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി ജാസ്മിൻ ഹൗസിൽ വലിയ പ്രിവിലേജ് ലഭിക്കുന്നുവെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴിത് അത്തരത്തിലൊരു കുറിപ്പ് വൈറലാവുകയാണ്. പ്രിവിലേജ് നല്ലോണം ലഭിക്കുന്നത് കൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന പ്ലെയറാണ് ജാസ്മിൻ. സോ കോൾഡ് പുരോഗമനവാദികളായ ജാസ്മിൻ സപ്പോർട്ടേഴ്സിനോട് ജാസ്മിൻ നല്ലോണം അതിനുള്ള ആൾക്കാരെ ബുള്ളിങ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ജിൻഡോയെയും നോറയെയും. ജിൻഡോയെ ഇൻസൾട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി പ്രത്യക്ഷമായാണ്. നോറ ആയതുകൊണ്ട് പ്രേക്ഷകർക്കും പരാതി കാണില്ല. ഒരുപാട് ടൈം ജാസ്മിനെ കൂട്ടം കൂടി ഹൈജീന്റെ പേരിൽ എതിർത്തപ്പോൾ നോറ മാത്രമാണ് ഇവളെ സപ്പോർട്ട് ചെയ്ത ആൾ. മിക്കപ്പോഴും അവിടെയുള്ള ബോയ്സിന് മുന്നിലേക്ക് കളിയാക്കി സ്കോർ ചെയ്യാനുള്ള മെറ്റീരിയലായി നോറയെയും ജിൻഡോയെയും ഇവൾ യൂസ് ചെയ്യാറുണ്ട്. തിരിച്ച് നോറയും ജിൻഡോയും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അഫിക്കെ എന്ന ഗെയിമർ ഉണ്ടായിരുന്നപ്പോൾ ഗേ ഐഡന്റിറ്റി കൊണ്ട് അവനോട് ഒരു വീക്ക് വ്യക്തി എന്ന നിലയിൽ സഹതാപം നൽകി ഇടപെട്ട പോലെയാണ് തോന്നിയത്. എന്നാൽ അവനെ കൊണ്ട് തേങ്ങ തുരുമിക്കാനും ക്യാബേജ് അരിയിപ്പിക്കാനും അങ്ങനെ യൂസ് ചെയ്ത അവന്റെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വില കുറച്ച് കണ്ടതുപോലെ ആണ് തോന്നിയത്. അതേ സ്ഥാനത്ത് അഭിഷേക് അൻസിബയുമായി ഒരു സിസ്റ്റർ ബോണ്ട് ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ തർക്കമുണ്ടാകുമ്പോൾ പ്രായം കൂടിയ ആൾക്കാരെ മോനെ മോളെ എന്ന് വിളിക്കുന്നത് ഒക്കെ ഞാൻ സുപ്പീരിയർ ആണ് എന്നുള്ള ഭാവം. ഗബ്രിയുമായി കോംബോ ഉണ്ടായതും പിന്നെ പ്രേമത്തിൽപ്പെട്ടത് സത്യമാണെന്ന് തോന്നുന്നു. കാരണം ഗബ്രി അവൾക്ക് അറ്റൻഷന് വാലിഡേഷന് നൽകിയിരുന്നു. പക്ഷെ അതിൽ അവൾ സ്വയമാണ് സദാചാരം കൽപ്പിക്കുകയും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു ബന്ധമാക്കി അതിനെ മാറ്റിയതും. കാണുന്നവരെ സദാചാരവാദികളാക്കി. പിന്നെ റസ്മിൻ സ്വാധീനം കൊണ്ടാവും ഗെയിം കളിക്കണമെന്ന ബോധം വന്നപ്പോൾ ഗബ്രി വളരെ ടോക്സിക് പയ്യൻ എന്ന രീതിയിൽ വരുത്തി തീർത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഗബ്രി പോയതിൽ പിന്നെ അവിടെയുള്ള പുരുഷ മത്സരാർത്ഥികളിൽ നിന്ന് നല്ലോണം വാലിഡേഷൻ സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ അവൾ ഒരു മീൻ ഗേൾ വൈബാണ്. കല്യാണ വീട്ടിൽ ചെന്നാൽ കല്യാണ പെണ്ണാവണം എന്നുള്ള രീതിയിൽ എല്ലായിടത്തും കയറി മെയിൻ ആകണം. ആ മെയിൻ ആകുന്നതാണ് ഗെയിം എന്ന് വിചാരിക്കുന്നവരാണ് ഭൂരിഭാഗം അവരുടെ പുരോഗമന ഫാൻസ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ.